Hi, welcome to Bulb and Beaker YouTube channel. Basics of Electrical Wiring inde ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലൈറ്റിംഗ് സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലൈറ്റിംഗ് സർക്യൂട്ട്, അതേപോലെ ഈ ലൈറ്റിംഗ് സർക്യൂട്ടിൻ്റെ ക്ലാസിഫിക്കേഷന്, അതേപോലെ 1 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച്, 2 ലാമ്പ് കൺട്രോൾഡ് ബൈ 2 സ്വിച്ച്, അതേപോലെ 2-വേ സ്വിച്ച്, അതായത് ബെസ്റ്റ് എക്സാമ്പിളായ സ്റ്റെയർ കേസ് വയറിംഗ്, ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സർക്യൂട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് കണക്ഷനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്യൂസസിനെ കുറിച്ചിട്ടും ടൈപ്പ് ഓഫ് ഫ്യൂസസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അതേപോലെ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തു. സോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലൈറ്റിംഗ് സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൈറ്റിംഗ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ലൈറ്റിംഗ് സർക്യൂട്ട് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഏതൊരു ഇലക്ട്രിക്കൽ ഡിവൈസും അല്ലെങ്കിൽ അപ്ലയൻസും ഈ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ഡിവൈസ് വഴി സപ്ലൈ മെയിനിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഏതൊരു അപ്ലയൻസിനെയും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസസിനെയും എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ഡിവൈസ് വഴി നമ്മൾ എന്തിലേക്ക് കണക്ട് ചെയ്യുക, സപ്ലൈ മെയിനിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് തന്നെ അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇനി ഏതൊരു സർക്യൂട്ട് അല്ലെങ്കിൽ അപ്ലയൻസ്, ഒരു സർക്യൂട്ട് ഒരു ഡിവൈസിനെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അപ്പാരറ്റസിനെ ഡയറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സബ് സർക്യൂട്ട് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് എന്താണ്, സബ് സർക്യൂട്ട് എന്നാ പറഞ്ഞു. അപ്പോൾ ഒരു സർക്യൂട്ട് ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ അപ്പാരറ്റസിനെയോ ഡയറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇത് സബ് സർക്യൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈറ്റിംഗ് സർക്യൂട്ടിലേക്ക് പോകാം, നമ്മുടെ മെയിൻ ടോപ്പിക്ക്. അപ്പോൾ ലൈറ്റിംഗ് സർക്യൂട്ട് എന്താണെന്നുള്ളതും അതിൻ്റെ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഒക്കെ നോക്കിയ പോലെ സ്ലൈഡായിട്ട് നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. ലൈറ്റിംഗ് സർക്യൂട്ടിനെ മാക്സിമം കൺവീനിയൻസും എക്കണോമിക്കൽ യൂസിനെയും ബേസ് ചെയ്തിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സീരീസ്, രണ്ടാമത്തത് പാരലൽ. ഇനി സീരീസ് കണക്ഷൻ നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഇവിടെ എല്ലാ പോയിന്റും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, സീരീസ് ആയി കണക്ട് ചെയ്യുന്ന ഡിവൈസിലൂടെ എല്ലാം ഒരേ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക, പക്ഷേ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫിഗറിൽ ഇവിടെ കാണാൻ പറ്റും, 3 ബൾബും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ബൾബ് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ബൾബ്, അപ്പോൾ അതിൻ്റെ കണക്ഷൻ നോക്കുക. സീരീസ് കണക്ഷനിൽ ഫസ്റ്റ് ബൾബിൻ്റെ ഒരു ടെർമിനലിലേക്ക് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുന്നു. ആ ബൾബിൻ്റെ രണ്ടാമത്തെ ടെർമിനലിലേക്ക് രണ്ടാമത്തെ ബൾബിൻ്റെ ആദ്യ ടെർമിനലിലേക്ക്, അതായത് രണ്ടാമത്തെ ടെർമിനൽ രണ്ടാമത്തെ ബൾബിൻ്റെ ആദ്യത്തെ ടെർമിനലിലേക്കും, അതിൻ്റെ രണ്ടാമത്തെ ടെർമിനൽ മൂന്നാമത്തെ ബൾബിൻ്റെ ആദ്യ ടെർമിനലിലേക്കും, മൂന്നാമത്തെ ബൾബിൻ്റെ രണ്ടാമത്തെ ടെർമിനൽ ന്യൂട്രലിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ബൾബ് ഗ്ലോ ചെയ്യുകയാണ് ചെയ്യുക. ഇനി സീരീസ് കണക്ഷൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അതായത് ഇവിടെ മെയിനായിട്ട് കേബിൾ കുറച്ച് മതി സീരീസ് കണക്ഷനിൽ. രണ്ടാമത് സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഇത്. അതേപോലെ ഫോൾട്ട് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ സീരീസ് കണക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബൾബ് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഫുൾ സർക്യൂട്ടിനെ അത് ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ, അതിൽ ഒരു ബൾബ് കംപ്ലൈൻറ്റ് ആയാൽ ബാക്കി ബൾബിനും അത് ബാധിക്കും. അതിൻ്റെ ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ കണക്ഷനാണ് പാരലൽ ലൈറ്റിംഗ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പാരലൽ സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 3 ബൾബിലേക്കും സെപ്പറേറ്റ് ഫേസ് കണക്ഷനും ന്യൂട്രൽ ലൈൻ കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പാരലൽ ലൈറ്റിംഗ് സർക്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. മെയിനായിട്ട് പറയുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവയെ അത് ബാധിക്കില്ല. സീരീസിൽ നമ്മൾ പറഞ്ഞു, ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളതിനെ സർക്യൂട്ടിനെ ബാധിക്കും, ഇതങ്ങനെ ബാധിക്കില്ല. അതിൻ്റെ ഡയഗ്രത്തിൽ നിങ്ങൾക്കത് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. മെയിനായിട്ട് കേബിള് കൂടുതൽ ആവശ്യമുണ്ട്, കണക്ഷനും ഇതിനൊക്കെ വേണ്ടി കേബിള് കൂടുതൽ ആവശ്യമുണ്ട്. മാത്രമല്ല ഇത് കോംപ്ലക്സ് ആണ് ഈ ഒരു സർക്യൂട്ട് സീരീസിനെ അപേക്ഷിച്ചിട്ട്.
ഓക്കെ, ഇനി ഇതുവരെ നമ്മൾ സപ്ലൈയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്വിച്ച് വഴിയുള്ള കണക്ഷൻ നോക്കാം. സപ്ലൈയിൽ നിന്ന് സ്വിച്ച് വഴി ബൾബിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ അത് പഠിക്കുന്നതില്ലെങ്കിൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകാം. അതായത് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് ക്ലോസ് ആണെങ്കിൽ സ്വിച്ച് ഓൺ ആണെന്നും നമ്മൾ പറയും. ഇനി കോണ്ടാക്ട് ഓപ്പൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് കോണ്ടാക്ട് ക്ലോസ് ആവുന്ന സമയത്ത് കറണ്ട് ഫ്ലോ നടക്കുന്നത് സ്വിച്ച് ഓൺ ആവുന്ന അല്ലെങ്കിൽ കോണ്ടാക്ട് ക്ലോസ് ആവുന്ന സമയത്താണ്. ഇനി മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്വിച്ച് ആണ് വൺ വേ സ്വിച്ച് എന്നാണ് അതിന് പറയുന്നത്. അതേപോലെ തന്നെ ടു വേ സ്വിച്ചും ഉണ്ട്, ഓക്കെ, അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് ടെർമിനൽസ് ആണ്. വൺ വേ സ്വിച്ചിന് 2ഉം അതേപോലെ ടു വേ സ്വിച്ചിന് 3 ടെർമിനൽസ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും വൺ വേ സ്വിച്ചിൻ്റെയും ടു വേ സ്വിച്ചിൻ്റെയും ഫിഗർ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ഡിഫറൻസ് നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. ഇനി വൺ വേ സ്വിച്ച് യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റിംഗ് സർക്യൂട്ടിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തേതാണ് വൺ ലാമ്പ് കൺട്രോൾഡ് ബൈ വൺ സ്വിച്ച്. അതായത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സീരീസ് സർക്യൂട്ട് പോലെയാണ് ഇവിടെ കണക്ഷൻ നടക്കുന്നത്. എല്ലാ കോമ്പണൻസും സീരീസ് ആയിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലിൽ നിന്നും ഡയറക്റ്റായി ബൾബിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു. ആദ്യത്തെ കണക്ഷനാണ് ന്യൂട്രലിൽ നിന്നും ഡയറക്റ്റായി ബൾബിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു. അതേപോലെ ലൈനിൽ നിന്നും കണക്ഷൻ സ്വിച്ചിൽ നിന്ന് ബൾബിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ലൈനിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ബൾബിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്ന കണ്ടീഷനിൽ, അതായത് കോണ്ടാക്ട് ഓപ്പൺ ആവുന്ന കണ്ടീഷനിൽ ബൾബ് ഓഫ് ആയിരിക്കും. ഇനി സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത്, കോണ്ടാക്ട് ക്ലോസ് ആവുന്ന സമയത്ത് ബൾബ് എന്തായിരിക്കും, ഗ്ലോ ചെയ്യും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഫിഗർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വൺ ലാമ്പ് കൺട്രോൾഡ് ബൈ വൺ സ്വിച്ച് സർക്യൂട്ടിൻ്റെ ഡയഗ്രാം ആണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, വൺ ലാമ്പ് കൺട്രോൾഡ് ബൈ വൺ സ്വിച്ചിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അടുത്തതാണ് ടു സ്വിച്ച് കൺട്രോൾഡ്, അതായത് 2 സ്വിച്ച് കൊണ്ട് 2 ലാമ്പ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരലൽ സർക്യൂട്ട് പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ലൈന് നമ്മൾ സ്വിച്ച് വഴി ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സ്വിച്ച് ഓപ്പൺ ആവുന്ന സമയത്ത് ബൾബ് ഓഫ് ആയിരിക്കും. സ്വിച്ച് ക്ലോസ് ആവുന്ന സമയത്ത് ബൾബ് ഗ്ലോ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഡയഗ്രവും സർക്യൂട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞത് കണക്ഷൻ എല്ലാം വൺ വേ സ്വിച്ച് വെച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പറഞ്ഞ കണക്ഷൻ ഒക്കെ വൺ വേ സ്വിച്ച് വെച്ചിട്ടുള്ള കണക്ഷൻ അല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ടു വേ സ്വിച്ചിങ് നോക്കാം. ഇതിലെ മെയിൻ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വേ സ്വിച്ച് തന്നെയാണ്. അതായത് സ്റ്റാൻഡേർഡ് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് വിത്ത് 3 ടെർമിനൽ, അതാണ് ടു വേ സ്വിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ടു വേ സ്വിച്ചിൻ്റെ ഫിഗർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. 3 ടെർമിനൽ ഉണ്ട്. അതിൽ 2 L1 L2 ലൈന്, മിഡിലുള്ളത് നമ്മൾ കോമൺ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡിസൈന് സാധാരണ ഇതിൻ്റെ ഡിസൈനിന് പറയുന്നത് ബ്രേക്ക് ബിഫോർ മേക്ക് എന്നാണ് ഇതിൻ്റെ ഡിസൈനിന് പറയുന്നത്. അതായത് ആദ്യത്തെ കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടാണ് രണ്ടാമത്തെ കണക്ഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ടു വേ സ്വിച്ച് കണക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ പുതിയ മെത്തേഡ്സ് ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ആസ് വെൽ ആസ് റെസിഡൻഷ്യൽ ആപ്ലിക്കേഷന് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോസ്റ്റ്ലി ആണ്. കുറേ കോമ്പണൻറ്റും ഇതിൻ്റെ ഒക്കെ ആയിട്ട് ഇത് കോസ്റ്റ്ലി ആണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ലയൻസിനെ ഒരു ഡിവൈസിനെ നമുക്ക് 2 ലൊക്കേഷനിൽ നിന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ സ്റ്റെയർ കേസിൽ ഉപയോഗിക്കാം, ഹാളിൽ നമുക്ക് ഉപയോഗിക്കാം, ലാർജ് ഏരിയ ഉള്ള റൂമിലൊക്കെ 2 സ്ഥലത്ത് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ടു വേ സ്വിച്ചിൻ്റെ മെയിൻ ആപ്ലിക്കേഷനായ സ്റ്റെയർ കേസ് വയറിങ്, ഒരു സ്റ്റെയർ കേസിലുള്ള ടു വേ സ്വിച്ചിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സർക്യൂട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്വിച്ചും ഒരു ബൾബും ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ബൾബിനെ നമ്മൾ 2 സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ നോക്കാം. കണക്ഷന് S1 സ്വിച്ച് 1ൻ്റെ L1 ടെർമിനലും ലൈൻ 1 L1 ടെർമിനലും S2ൻ്റെ സ്വിച്ച് 2ൻ്റെ L1 ടെർമിനലും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ സ്വിച്ച് 1ൻ്റെ L2 ടെർമിനലും സ്വിച്ച് 2ൻ്റെ L2 ടെർമിനലും കണക്ട് ചെയ്യുന്നു. അതായത് 2 സ്വിച്ചിലും L1 to L1 L2 to L2 നമ്മൾ കണക്ട് ചെയ്യുന്നു.
ഇനി അടുത്ത കണക്ഷന് S1ന്റെ കോമൺ നേരെ സപ്ലൈയിലേക്ക് കൊടുക്കുന്നു. S1ന്റെ കോമൺ നേരെ സപ്ലൈയിലേക്ക് കൊടുക്കുന്നു. S2ന്റെ കോമൺ ബൾബ് വഴി നമ്മൾ സപ്ലൈയിലേക്ക്, അതായത് ന്യൂട്രലിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ S2 ബൾബ് വഴി ന്യൂട്രലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിന്റെ കേസസ് ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റെയർ കേസ് കയറാമെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ താഴെയാണ് നിൽക്കുന്നത്. S1 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആക്കുക. ഓക്കെ, രണ്ടും ഓഫിലാണ് ഇനീഷ്യൽ കണ്ടീഷനിൽ. അപ്പോൾ S1 എന്നുള്ള സ്വിച്ച് ഓൺ ആക്കുക. താഴത്തു നിന്നുള്ള നമ്മൾ സ്റ്റെയറിന്റെ താഴത്തുനിന്ന് S1 ഓൺ ആക്കുക. അപ്പോൾ S2 ഓഫ് ആയിരിക്കും, ബൾബ് ഗ്ലോ ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെയർ കയറി മുകളിലെത്തി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റെയർ കയറി മുകളിലെത്തി. നമ്മൾ എന്ത് ചെയ്യുന്നു, S1 നിലവിൽ ഓണിലാണുള്ളത്, മുകളിൽ S2 ഓഫിലായിരുന്നു. ആ S2 നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് ഓഫ് ആവും. ഓക്കെ, ബൾബ് ഓഫായി. അപ്പോൾ S1 ഓൺ, S2 നമ്മളെന്താണ്, ഓൺ ആണ്, ബൾബ് ഓഫാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി താഴേക്ക് വരികയാണ് നമ്മൾ. അപ്പോൾ നിലവിൽ നമ്മൾ മുകളിലേക്കാണ് ഉള്ളത്, നമ്മൾ താഴേക്ക് വരികയാണ്, നമുക്ക് ലൈറ്റ് വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മുകളിൽ നിന്ന് S2 വീണ്ടും എന്ത് ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു. S2 വീണ്ടും ഓഫ് ചെയ്യുന്നു, S1 ഓൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബൾബ് ഗ്ലോ ചെയ്യുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങി താഴെ എത്തി S1 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ലാമ്പ് ഓഫ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡയഗ്രം നിങ്ങൾക്ക് സ്ക്രീനിൽ ആനിമേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ 2 വേ സ്വിച്ച് അല്ലെങ്കിൽ സ്റ്റെയർ കേസ് വയറിങ്ങിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സർക്യൂട്ട് എന്താണ്, അതേപോലെ സബ് സർക്യൂട്ട്, അതേപോലെ ലൈറ്റിംഗ് സർക്യൂട്ട്. അപ്പോൾ ലൈറ്റിംഗ് സർക്യൂട്ട് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷന് 1 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച്, അതേപോലെ സ്റ്റെയർ കേസ് വയറിംഗ് 2 വേ സ്വിച്ച് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ 2 ഡയഗ്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലേ ഔട്ട് ഡയഗ്രം ആണ് നിങ്ങൾ എക്സാമിനൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് അതൊന്ന് മനസ്സിരുത്തി, എളുപ്പമാണ്, ആ കണക്ഷൻ എളുപ്പമാണ്. നമ്മൾ വീട്ടിലൊക്കെ ചിലപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന കണക്ഷനാണ്. 1 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച് ഒക്കെ നമ്മൾ ചെയ്യുന്ന കണക്ഷനാണ്. അപ്പോൾ ആ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ ലേ ഔട്ട് ഡയഗ്രമാണ് കാണിച്ചത്. നന്നായിട്ടൊന്ന് നോക്കുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.